രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. ജനങ്ങളുടെ വിഷയങ്ങളാണ് അവർ സംസാരിക്കുന്നത് എന്ന്. ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന വെല്ലുവിളികൾ ഉയർത്തിയാണ് എപ്പോഴും അവർ സംസാരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി നടത്തിയ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിൽ അവർ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ മികച്ച വിദ്യാഭ്യാസം നൽകി കേരളത്തിൽ തന്നെ തൊഴിൽ നേടാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന്. അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യരംഗം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചും അവർ സംസാരിക്കുകയാണ്. ഇവിടെ UDF പ്രകടന പത്രികയിലെ ഏറ്റവും മികച്ച വാഗ്ദാനമാണ് ഓരോ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നൽകും എന്നത്. UDF അധികാരത്തിൽ എത്തുകയാണെങ്കിൽ എനിക്ക് 100% ഉറപ്പാണ് അവർ ഈ വാഗ്ദാനം പാലിക്കുമെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ചികിത്സാ ചെലവുകൾ സാധാരണ കുടുംബങ്ങൾക്കൊന്നും താങ്ങാവുന്ന രീതിയിലല്ല കേരളത്തിലെന്ന്. UDF നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം മുഴുവനായി കേൾക്കാൻ മറക്കല്ലേ. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. We have a vision for you. The UDF has a vision. It's a progressive vision. We want to develop this state. We want to give you opportunities for jobs here. We want to provide you with safety, with security, with a good education, with good healthcare services. UDF നിങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ വീക്ഷണത്തോടു കൂടി, ദീർഘവീക്ഷണത്തോട് കാഴ്ചപ്പാടോടു കൂടിയാണ് നിൽക്കുന്നത്. ഈ നാട്ടിൽ വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി, ഇവിടുത്തെ ആരോഗ്യരംഗം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ഇവിടുത്തെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ദീർഘവീക്ഷണത്തോടു കൂടിയാണ് UDF നിങ്ങളെ സമീപിക്കുന്നത്. We have put forward 5 main guarantees that we want to give you to begin with if we come into government. നമ്മുടെ UDFന്റെ സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ തുടങ്ങി വെക്കുന്നതിന്റെ തുടക്കമെന്ന നിലയിൽ ഞങ്ങൾ 5 ഗ്യാരണ്ടികൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Some of these guarantees have already been implemented in states where the Congress was in government and they have been very successful. നമ്മൾ പറയുന്ന ഈ ഗ്യാരണ്ടികൾ പലതും പല സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുള്ള ഗ്യാരണ്ടികളാണ്. For all my sisters, all the women of Kerala, we want you to have free bus travel throughout the state. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, കേരളത്തിലെ മുഴുവൻ സഹോദരിമാർക്ക് കേരളത്തിൽ എവിടെയും KSRTC ബസ്സിൽ സൗജന്യമായ യാത്ര ലഭ്യമാക്കണമെന്നുള്ളതാണ് ഗ്യാരണ്ടി. We guarantee that we will give all college going girls 1000 rupees per month. ഞങ്ങൾ മറ്റൊരു ഗ്യാരണ്ടി നൽകുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസം കോളേജുകളിൽ പോകുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും, നമ്മുടെ സഹോദരിമാർക്ക് മാസം 1000 രൂപ വെച്ച് അവർക്ക് നൽകും എന്നുള്ള ഗ്യാരണ്ടി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. We will give 3000 rupees per month welfare pension for the elderly. നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നമ്മൾ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് അടുത്ത ഗ്യാരണ്ടി. And a special ministry for senior citizens who have spent lifetimes bringing up younger generations. We do not want them to be insecure and alone in old age. നമ്മുടെ പുതിയ തലമുറയെ വളർത്തിയെടുത്ത നമ്മുടെ മുതിർന്ന പൗരന്മാർ അവർ അരക്ഷിതരായി അവരുടെ ജീവിത സായാഹ്നത്തിൽ ജീവിക്കരുത്. അതുകൊണ്ട് അവരുടെ ക്ഷേമത്തിനു വേണ്ടി, അവർക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടി മുതിർന്ന പൗരന്മാർക്ക് ഒരു പ്രത്യേക വകുപ്പ് നമ്മൾ രൂപീകരിക്കുമെന്ന് നമ്മൾ ഗ്യാരണ്ടി നൽകുന്നു. In Rajasthan, when there was a Congress government, there was a scheme that provided 25 lakhs of health insurance cover, ensuring that up to 25 lakhs of expenditure on health, whether it was for surgeries or for any other medical assistance, medicines, any other medical assistance, you would get 25 lakhs for free, and after that only you would have to pay. നമ്മൾ രാജസ്ഥാനിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ വിജയകരമായി നടപ്പിലാക്കിയ പദ്ധതി ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ്. അവർക്ക് ഒരു ഓപ്പറേഷൻ, ഒരു സർജറി വേണ്ടി വന്നാൽ, അവർക്ക് ഗുരുതരമായ രോഗം ബാധിച്ചാൽ 25 ലക്ഷം രൂപ വരെ ആ കുടുംബത്തിലെ ആർക്കും ഒരു പൈസ പോലും കൊടുക്കാതെയുള്ള ചികിത്സ ഈ ഗ്യാരണ്ടിയിലൂടെ ലഭ്യമാവും. And we want to do the same in Kerala.
every household will get 25 lakhs of health insurance. രാജസ്ഥാനിൽ നടപ്പിലാക്കിയത് തന്നെ നമ്മൾ കേരളത്തിലും നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ പരിരക്ഷ നമ്മൾ ഉറപ്പാക്കും. So all medical bills up to 25 lakhs will be paid by the government. അതുകൊണ്ട് 25 ലക്ഷം വരെയുള്ള എല്ലാ ഹോസ്പിറ്റൽ ബില്ലുകളും സർക്കാർ അടയ്ക്കുന്നതാണ്. For young people, young men and women who want to start their own businesses, the government will provide a 5 lakh rupee interest-free loan so that you can take the first step without worrying and start your own business. നമ്മുടെ യുവാക്കന്മാർക്ക് അവർക്ക് പുതിയ സംരംഭകരായി മാറാൻ വേണ്ടി ആദ്യത്തെ പ്രവർത്തന ചെലവിന് വേണ്ട പണത്തെക്കുറിച്ച് ആകുലപ്പെടാതെ അവർക്ക് സംരംഭകരായി മാറാൻ നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ നമ്മൾ അവർക്ക് ലഭ്യമാക്കും. But we want to do much more than this for you. ഞങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഒട്ടേറെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വീക്ഷണമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നരേന്ദ്രമോദി ട്രംപിന്റെ മുന്നിൽ മുട്ടുമടക്കിയ കാര്യവും അവർ വിവരിക്കുകയാണ്. He is so scared of his name being in the Epstein files and of his friend Adani being prosecuted in America that he goes and signs a trade deal with America in which he compromises all the hard-working farmers of this country. അദ്ദേഹത്തിന്റെ പേര് എപ്സ്റ്റീൻ ഫയൽ, ലൈംഗിക ചൂഷണത്തിന്റെ പേരിലുള്ള എപ്സ്റ്റീൻ ഫയലിൽ നരേന്ദ്രമോദിയുടെ പേരുണ്ട് എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ ഭയമാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ അദാനിക്കെതിരെ അമേരിക്കയിൽ ഇന്ന് കേസുകൾ നടക്കുന്നു എന്നുള്ള ഭയമാണ്. അതുകൊണ്ട് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ഇന്ത്യയുടെ വ്യാപാര കരാർ നമ്മുടെ കർഷകരെ ഉൾപ്പെടെ അവരോട് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ താല്പര്യങ്ങൾ ബലികഴിക്കുന്ന കരാറിൽ ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നു. The farmers of India who work day and night, who toil with their sweat and blood to feed this country will now have to compete with huge mechanized farms in the US with all the resources in the world. While the US will put tariffs on our goods, we are going to take their goods tax-free. നമ്മുടെ കർഷകർ ഈ രാജ്യത്തെ കർഷക നിലങ്ങളിൽ ചോരയും നീരും ഉയർത്തുന്ന നമ്മുടെ കർഷകർ, കഠിന പ്രയത്നം നടത്തുന്ന കർഷകർ ഇന്ന് അമേരിക്കയുമായി ഉണ്ടാക്കിയിരിക്കുന്ന വ്യാപാര കരാറിന്റെ പേരിൽ അമേരിക്കയിലെ യന്ത്രവർക്കിതമായ കർഷകരോട് അല്ലെങ്കിൽ വലിയ സംവിധാനങ്ങളുള്ള കർഷകരോട് മത്സരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ മേടിക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. Our Prime Minister has signed a deal in which India now has to buy 9 lakh crores worth of goods from America. For what? To protect him. നമ്മുടെ രാജ്യം ഇന്ന് നരേന്ദ്രമോദി ഇന്ന് അമേരിക്കയുമായിട്ട് ഉണ്ടാക്കിയ വ്യാപാര കരാറിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നിന്ന് 9 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അദ്ദേഹത്തിന്റെ ഭയത്തിന് നമ്മൾ കൊടുക്കുന്ന വിലയാണോ അത്? Why should millions of the people of India who work hard to earn a living, who make honest livings, be paying from their pockets to save one man's skin? എന്തിനു വേണ്ടിയിട്ടാണ് ദശലക്ഷക്കണക്കിനായ മനുഷ്യർ അവർ കഠിന പ്രയത്നം ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ ഒരു മനുഷ്യന്റെ ഭയത്തിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ട അവസ്ഥയിലെത്തിക്കുന്നത്? പ്രിയങ്ക ഗാന്ധിയുടെ ഈ പ്രസംഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്?